ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്ലാക്ക് ടീ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുള്ളവർക്കും എന്നും ഒരേ കടുംചായ കുടിച്ച് മടുത്തവർക്കും ഈ ഒരു കടുംചായ ട്രൈ ചെയ്താൽ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ സാധാരണ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഈ വെള്ളം ചൂടാകുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന അതേ സമയം തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തേയിലയും കൂടി ഇട്ട് കൊടുക്കാം. തേയില ഞാനിടുന്നത് ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒത്തിരി ഒന്നും ഇടുന്നില്ല. പിന്നെ അതിൻ്റെ കൂടുതൽ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഈ അടുപ്പിലിരിക്കുന്ന വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി ഇല കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ വെള്ളത്തിനനുസരിച്ചിട്ട് 2-3 ഇലയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഓവറാവരുത്, ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുംചായക്ക് കയ്പ്പ് വരും. പിന്നെ നമ്മളിതിലോട്ട് പനിക്കൂർക്കയിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മസാല കടുംചായ റെഡിയാകും. അപ്പം ഇതൊരു വെറൈറ്റി ഫ്ലേവറാണ് കേട്ടോ. മധുരം വേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ മധുരം ചേർക്കുന്നില്ല. പഞ്ചസാരയോ അല്ലെങ്കിൽ ഇത്തിരി ശർക്കരയോ ചക്കരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി കടുംചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് വെറൈറ്റി ആയിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ചുമയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എത്തുന്നവരെ താങ്ക് യു.